നമസ്തേ. ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മാ പ്രണാമം. ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പുതുതായി ആരംഭിച്ച ശരനൂൽ ശാസ്ത്ര പഠനം എന്ന കോഴ്സിൽ നിലവിൽ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ 280ഓളം പേര് അംഗങ്ങളായി. നമ്മുടെ പുതിയ ബാച്ച് മെയ് 21 സെക്കൻഡ് ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ശരനൂൽ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദമായി നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിൽ വ്യക്തമാക്കിയിരുന്നു. ശരം അഥവാ ശ്വാസം എന്ന് നമ്മൾ പറയും. ശ്വാസത്തിന് പിന്നിലെ സൂക്ഷ്മശക്തിയായ പ്രാണനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശരം എന്ന് പറയുന്നത്. നൂൽ എന്നുള്ളതിന് ശരീരമെന്നും ശാസ്ത്രമെന്നും നാഡികളെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ശരനൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസത്തെ അല്ലെങ്കിൽ അതിന് പിന്നിലെ സൂക്ഷ്മശക്തിയായ ഡിവൈൻ ശക്തിയായ പ്രാണനെ അറിഞ്ഞ് നിയന്ത്രിക്കുന്ന ഒരു സയൻസാണ് ശരനൂൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ശക്തി ഉപയോഗിച്ച് നമ്മളുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ, നമ്മളുടെ ബോധ ഉപബോധ അബോധ അതീത മനസ്സുകളെ, നമ്മളുടെ സാമാന്യ അസാമാന്യ ബുദ്ധിതലങ്ങളെ, പ്രാണതലത്തെ ചക്രതലത്തെ സ്വാധീനിക്കുന്ന വിദ്യയാണിത്. ശ്വാസത്തിലൂടെ പ്രാണനെ അറിയുക, പ്രാണനെ അറിഞ്ഞ് അതിലൂടെ നമ്മളുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുക, ബുദ്ധിശക്തിയെ സൂക്ഷ്മതയുള്ളതാക്കുക. ഈ പ്രാണനെ ഇടാപിംഗള സുഷുമ്നാ നാഡികളിലൂടെ കടത്തി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പ്രാണ ഊർജ്ജ കേന്ദ്രങ്ങളായിരിക്കുന്ന ഷഡാധാര ചക്രങ്ങളെ എനർജൈസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് മൂലാധാരത്തിൽ കുടികൊള്ളുന്ന കുണ്ഡലിനി ശക്തിയുടെ ആ ചൈതന്യത്തെ സ്വാധിഷ്ഠാന മണിപൂര കനാഹത വിശുദ്ധി ആജ്ഞ തലങ്ങൾ കടത്തി സഹസ്രാരത്തിൽ കുടികൊള്ളുന്ന ശിവബോധവുമായിട്ട് ലയിപ്പിക്കുന്ന വിദ്യയാണ് ശരനൂൽ. ആത്യന്തിക തലത്തിൽ സിദ്ധ ശരനൂൽ ശാസ്ത്രം എന്നാണ് ഇതറിയപ്പെടുക. പ്രത്യേകിച്ചും ഹിമാലയൻ പാരമ്പര്യത്തിൽ പകർന്നു വന്ന വിദ്യകളുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രാചീനമായ തമിഴ് സംസ്കാരം, ആ സംസ്കാരത്തിലൂടെ പകർന്നു വന്ന വിദ്യകളുമുണ്ട്. അപ്പോൾ ശരനൂൽ ശാസ്ത്രം തമിഴ് സിദ്ധ പാരമ്പര്യത്തിൽ വന്നതാണ്. ഭഗവാൻ ശ്രീ മുരുകൻ, തിരുമൂലർ, അഗസ്ത്യർ, 18 സിദ്ധന്മാർ തുടങ്ങിയിരിക്കുന്നവരൊക്കെ തന്നെ ശരനൂൽ വിദ്യയിൽ അനേകം സംഭാവനകൾ നൽകിയതാണ്. ശരനൂൽ ശാസ്ത്രം ആത്മീയ പുരോഗതി മാത്രമല്ല നൽകുന്നത്, ഭൗതികമായ അഭിവൃദ്ധിയും നൽകുന്ന ശാസ്ത്രമാണ്. ഭൗതിക രംഗത്ത് സമ്പൂർണ്ണ ജീവിത വിജയം നേടാൻ, അതായത് നമുക്ക് ലൗകികർക്ക് ഭൗതികർക്ക് അവരുടെ ജീവിതത്തിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്, വിവിധ വിഷയങ്ങളുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ, ശരീരത്തിന് രോഗങ്ങളുണ്ടാവുക, പാരമ്പര്യ രോഗങ്ങളുണ്ടാവുക, ജീവിതശൈലി രോഗങ്ങളുണ്ടാവുക, ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് ശരീരം പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വിവിധ തരത്തിലുള്ള വിദ്യകൾ ശരനൂലിൽ പറയുന്നുണ്ട്. കായസ്ഥൈര്യം, കായസ്ഥിതി, കായകൽപ്പം, കായത്തെ അല്ലെങ്കിൽ ശരീരത്തെ ശക്തമാക്കുന്നതിനുള്ള വിവിധ മെത്തേഡുകൾ ശരനൂൽ യോഗത്തിൽ പറയുന്നുണ്ട്. അതിലൂടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും ശരീരത്തെ സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കാനും ഈ ശാസ്ത്രം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെയാണ് മനസ്സ് പോസിറ്റീവ് ആണെങ്കിലാണ് ജീവിതത്തിൽ നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാവുക. മനസ്സ് നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ മനോനിയന്ത്രണം ജീവിത വിജയത്തിന് അനിവാര്യമാണ്. ഇത് പണ്ടേ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യകുലത്തോട് അതിൻ്റെ പ്രതിനിധിയായ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്. അസംശയം മഹാബാഹോ മനോദുർദിഗ്രഹം ചലം അഭ്യാസനത കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യതേ. തൻ്റെ ബന്ധുജനങ്ങളെയെല്ലാം കണ്ട് തൻ്റെ സ്വകർമ്മം മറന്ന് ഇത് കർത്തവ്യാമൂഢനായി നിന്ന അർജുനനെ, മനസ്സ് ആകുലപ്പെട്ടു നിന്ന അർജുനനെ ഭഗവാൻ ഏതാനും ശ്ലോകങ്ങൾ, ഏതാനും ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് കർത്തവ്യത്തിലേക്ക്, കർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ അർജുനൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ അഭ്യാസം ചെയ്യുക, യോഗാഭ്യാസം ചെയ്യുക. അതുപോലെ തന്നെ ജീവിതത്തിന് അടുക്കും ചിട്ടയും നിഷ്ഠയും ഒക്കെ ഉണ്ടാക്കി യമനിയമങ്ങളൊക്കെ പാലിച്ചിട്ടുള്ളൊരു ജീവിതം, ഇത് പുലർത്തുക വഴി നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പണ്ടേ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരനൂലിലും ഇതാണ് സംഭവിക്കുന്നത്. ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്നതിനുള്ള വിവിധ കാര്യങ്ങളുണ്ട്. മനസ്സിൻ്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ, സ്നേഹം, കൃപ, സഹാനുഭൂതി, ദയ തുടങ്ങിയിരിക്കുന്ന മാനസികമായിട്ടുള്ള ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ, ആത്മവിശ്വാസം, ധൈര്യം, എന്തിനേയും നേരിടാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ശക്തി, ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ശരനൂലിലെ വിദ്യകൾ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, പല മാനസിക വൈകല്യങ്ങൾ, മാനസിക രോഗങ്ങൾ, ചില ഫോബിയകൾ, ചില മാനിയകൾ, ഇതിനെയൊക്കെ ഒഴിവാക്കി മനസ്സിന് നല്ല സ്ഥിരത നൽകാൻ, ശാന്തി നൽകാൻ, ശക്തി നൽകാൻ, ഗുണങ്ങൾ നൽകാൻ ശരനൂലിലെ വിദ്യകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ബുദ്ധിപരമായ കഴിവ് വളരെയധികം വികസിപ്പിക്കും ശരനൂൽ. കാരണം ശരനൂൽ ഇടാപിംഗള സുഷുമ്നാ നാഡികളെ എനർജൈസ് ചെയ്ത് നമ്മളുടെ ബ്രെയിൻ, നമ്മളുടെ സഹസ്രാര തലവുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്.
അപ്പം നല്ല ഗ്രഹണശക്തി ഉണ്ടാക്കാൻ, ഓർമ്മശക്തി ഉണ്ടാക്കാൻ, അപഗ്രഥന ശക്തി ഉണ്ടാക്കാൻ, നിർണയശക്തി ഉണ്ടാക്കാൻ, ആവിഷ്കരണ ശക്തി ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ ലാവണ്യാസ്വാദന ശക്തിയുടെ ഉണ്ടാക്കാനായിട്ട്, ഗവേഷണ ശക്തി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ബുദ്ധിക്ക് പല തലങ്ങളുണ്ട്. അതിൽ ചില പേരുകളാണ് ഗ്രഹണശക്തി, ഓർമ്മശക്തി, അപഗ്രഥന ശക്തി, ആവിഷ്കരണ ശക്തി, ആശയസംവേദന ശക്തി എന്നൊക്കെ പറയും. അങ്ങനെ നമ്മളുടെ സാധാരണ ബുദ്ധി ഉണ്ടല്ലോ, ഈ ലൗകിക ബുദ്ധിയെ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ മെത്തേഡുകൾ ശരനൂലിൽ വരുന്നുണ്ട്. ഇതിനപ്പുറമായി നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്, മോക്ഷമാണ്, നിർവ്വാണമാണ്, എൻലൈറ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ ആ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ ആ ഈശ്വരാനുഭവങ്ങളെ, ഈശ്വരാനുഭൂതികളെ, മോക്ഷത്തെ, നിർവ്വാണത്തെ നേടാൻ അതിന് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പ്രാണ, അപാന, സമാന, ഉത്താന, വ്യാന, കൃകല, നാഗ, കൂർമ്മ, ദേവദത്ത, ധനഞ്ജയ ദശപ്രാണനുകളെ, ഇടാപിംഗള, സുഷുമ്ന നാഡികളെ ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യിപ്പിച്ച് ചക്രതലവും മനോതലവും ബോധതലവുമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് സഹസ്രാരത്തിലുള്ള ശിവബോധത്തെ, മൂലാധാരത്തിലെ മനുഷ്യബോധം ഷഡ്ചക്രഭേദന ചെയ്ത് സഹസ്രാരത്തിൽ ശിവനുമായി ഒന്ന് ചേർന്ന് ശിവബോധമായി നമ്മൾ മാറും എന്നാണ് പറയുക. അപ്പോൾ അതിനും സഹായിക്കും. അപ്പോൾ ശരനൂൽ ഒരേ സമയം തന്നെ ഭൗതികമായി ശാരീരിക, മാനസിക, ബൗദ്ധിക, ശാരീരിക, മാനസിക, ബൗദ്ധിക തലങ്ങളെ പുരോഗമിപ്പിക്കുന്ന വിദ്യയാണ്. അതേപോലെ തന്നെ നമ്മുടെ ആത്മീയ തലത്തെ, ഭൗതികവും ആത്മീയവുമായ തലം മനുഷ്യനുണ്ടല്ലോ, ലൗകിക ജീവിതവും ആത്മീയ ജീവിതവും നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ ജീവിതത്തെയൊക്കെ സുഖസമ്പന്നമാക്കാൻ, ആരോഗ്യകരമാക്കാൻ, ചൈതന്യവത്താക്കാനായിട്ട് ശരനൂല് സഹായിക്കും. ഇപ്പോൾ നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമ പാരമ്പര്യം, അതുപോലെ തന്നെ തമിഴ് ശൈവ പാരമ്പര്യത്തിലെ അഗസ്ത്യ പാരമ്പര്യം, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പാഠങ്ങളാണ്, ശരനൂൽ പാഠങ്ങളാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത്. തിരുമൂലരുടെ സിദ്ധാന്തങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ സിദ്ധഭോഗരുടെ സിദ്ധാന്തങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന തമിഴിൽ ഏറ്റവും, തമിഴ്നാട്ടിലും കേരളത്തിലും ഭാരതത്തിലെമ്പാടും ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒക്കെ അനേക സംഭാവനകൾ നൽകിയ അഗസ്ത്യ മഹർഷിയുടേതായിരിക്കുന്ന സംഭാവനകൾ, അഗസ്ത്യ ശരനൂൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിതിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ സൈദ്ധാന്തിക തലങ്ങൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രായോഗികമായി ഇന്നത്തെ ആധുനികകാല മനുഷ്യന്, കാരണം ശരനൂൽ ഉണ്ടായ കാലഘട്ടത്തിൽ ഉള്ള മനുഷ്യരല്ല ഇന്നുള്ളത്. സത്യയുഗത്തിലും ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ചതുർയുഗ സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അന്ന് ത്രേതായുഗത്തിലെയോ അല്ലെങ്കിൽ ദ്വാപരയുഗത്തിലെയോ ഉള്ള മനുഷ്യൻ്റെ ശാരീരിക, മാനസിക, ബൗദ്ധിക തല അല്ല ഇന്നത്തെ ആധുനികകാല മനുഷ്യനുള്ളത്. അതൊക്കെ ലോകം മാറിയിരിക്കുന്നു. നമ്മളിന്ന് വളരെയധികം ടെൻഷനുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുക. പലതരത്തിലുള്ള ശാരീരിക, മാനസിക ക്ലേശങ്ങൾ നമുക്കുണ്ട്. പണ്ടത്തെ മനുഷ്യൻ്റെ ഒരു ശാരീരിക സ്ഥിതിയോ മാനസികമായ സ്വസ്ഥതയോ ഒന്നുമില്ല. അപ്പോൾ ആധുനികകാല മനുഷ്യന് മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് സമയമില്ല, ഒന്നും ചെയ്യാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ ആധുനികകാല മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ ശരനൂലിനെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാരമ്പര്യം, ഹിമാലയ സിദ്ധാശ്രമ പാരമ്പര്യം അല്ലെങ്കിൽ തമിഴ് ശൈവ പാരമ്പര്യം, ശൈവ ഭോഗ പാരമ്പര്യം അല്ലെങ്കിൽ ശൈവ സിദ്ധന്മാരുടെ പാരമ്പര്യം, ശൈവ അഗസ്ത്യ പാരമ്പര്യം, ശൈവ തിരുമൂല പാരമ്പര്യം, ഇവരെല്ലാം ശൈവമാണ്. 18 സിദ്ധന്മാർ പ്രധാനമായിട്ടും ശൈവ മേഖലയിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ ശരനൂൽ തീർച്ചയായിട്ടും ശൈവമാണ്. ശിവനിൽ നിന്ന് പാർവതിയിലേക്ക് ഉപദേശിച്ചു കൊടുത്തു, പാർവതിയിൽ നിന്ന് നന്ദിദേവനെ ഉപദേശിച്ചു കൊടുത്തു, കാലാങ്കിനാഥിലേക്ക് അത് വന്നു അല്ലേ, അഗസ്ത്യരിലേക്ക് വന്നു, തിരുമൂലരിലേക്ക് വന്നു, അഗസ്ത്യനിലേക്ക് വന്നു. അങ്ങനെ ഇവരെല്ലാത്തിലൂടെയും വന്നു എന്നാണ് ഇതിൻ്റെ പാരമ്പര്യത്തിൽ പറയാം. നമ്മളതൊരു വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. അതേപോലെ സുബ്രഹ്മണ്യൻ, കുമാരീഖണ്ഡം, അതിൻ്റെ അധിപനായിരുന്ന രാജാവായിരുന്ന ശ്രീ മുരുകൻ തൻ്റെ ആ രാജ്യത്ത്, ലെമോറിയ എന്ന രാജ്യത്ത് കുമാരീഖണ്ഡത്തിൽ പഠിപ്പിച്ചിരുന്ന ഒരു വിദ്യയായിരുന്നു സിദ്ധശരനൂൽ എന്ന് പറയുന്നത്. അത് ആത്മീയ വിദ്യ മാത്രമല്ല, ഭൗതികമായി നമ്മുടെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ, ശരീരത്തെ കായബലം നൽകാനായിട്ട്, പാരമ്പര്യ രോഗങ്ങളെ, ശാരീരിക രോഗങ്ങളെ, ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട്, മനസ്സിനെ ശക്തവും ശാന്തവും ഊർജ്ജസ്വലവുമാക്കാനായിട്ട്, മനസ്സിൻ്റെ ധൈര്യം, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ, മാനസിക ശക്തി വർദ്ധിപ്പിക്കാൻ, മാനസിക പ്രശ്നങ്ങളെ, രോഗങ്ങളെ നിവാരണം ചെയ്യാനൊക്കെ ഈ ശരനൂലിൽ അനേകം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ശരനൂലിൻ്റെ ഈ ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ട്, നമ്മൾ ഈ മാസം മെയ് 10-നാണ് പുതിയ ബാച്ച് തുടങ്ങിയത്. 10 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ 250ഓളം പേര് ഫസ്റ്റ് ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ധാരാളം പേര് വീണ്ടും സെക്കൻഡ് ബാച്ചിൽ കയറുന്നുണ്ട്. ഏതാണ്ട് മെയ് 21-ന് നമ്മൾ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ലളിതമായിട്ടാണ് അത് പഠിപ്പിക്കുക. ആദ്യ പാഠങ്ങളെല്ലാം തന്നെ നമുക്ക് ഓൺലൈനിൽ പഠിക്കാം. അതിൻ്റെ നോട്ട്സ്, അതിൻ്റെ ഓഡിയോസ്, അതിൻ്റെ വിശദീകരണ വീഡിയോസ്, അതിൻ്റെ പരിശീലന വീഡിയോസ് എല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് സമയം നമുക്കൊരു ഇഷ്യൂ അല്ല. പല സ്ഥലങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സിൽ ഇന്ത്യയിൽ നിന്നുള്ളവർ, UK-യിൽ, US-ൽ, കാനഡയിലൊക്കെ ഉള്ളവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സമയത്ത് നമ്മളൊരു ഓൺലൈൻ ക്ലാസ് നടത്തി കഴിഞ്ഞാൽ പലർക്കും ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ
അത് റെക്കോർഡഡ് വെർഷൻ നമ്മൾ നൽകിയാണ് പഠിപ്പിക്കുക. ബേസിക് ലെവലും അഡ്വാൻസ്ഡ് തലവും. മാസ്റ്റർ തലത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ലളിതമായിട്ടുള്ള ക്രിയകൾ ആദ്യം പഠിപ്പിച്ച് ശരീരത്തെ ബലവത്താക്കി, മനസ്സിനെ ഏകാഗ്രതയുള്ളതാക്കി, ബുദ്ധിയെ സൂക്ഷ്മതയുള്ളതാക്കി, ശരനൂലിനെ അറിയലാണ്. യഥാർത്ഥത്തിൽ ശരം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കലാണ്. ചുമ്മാതിരിക്കട എന്നാണ് തമിഴ് സിദ്ധന്മാർ പറയുക. ചുമ്മാതിരിക്കട, ഒന്നും ചെയ്യാതിരിക്കുക. ഒന്നും ചെയ്യാതിരുന്നിട്ട് ആഴത്തിലുള്ള ശ്വാസം, പ്രാണൻ നമ്മുടെ യഥാർത്ഥ തലവുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ശരനൂൽ എന്ന് പറയുക. അപ്പം ഇന്ന് നമ്മളെ ഒരു പഠിതാവ് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് ഈ ഒരു കാര്യം ഈ ഒരു ക്ലാസ്സിൽ വിശദമാക്കുന്നത്. അതായത് ഈ ജ്യോതിഷവും ശരനൂലുമായിട്ട് ബന്ധമുണ്ടോ? നമ്മൾ പറയുന്ന ഗ്രഹദോഷങ്ങളെ, കാലദോഷങ്ങളെ, ശനിദശ, കണ്ടകശനി, ജന്മശനി, രാഹു ദോഷം, അങ്ങനെയുള്ള പല ദോഷങ്ങളുണ്ടല്ലോ, ചൊവ്വാദോഷം, ഇങ്ങനെയുള്ള പല ഗ്രഹദോഷങ്ങളെ, സമയദോഷങ്ങളെ, കാലദോഷങ്ങളെ നിവാരണം ചെയ്യാൻ ശരനൂല് കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. നമ്മൾ ജ്യോതിഷം അല്ലെങ്കിൽ അസ്ട്രോളജി എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പൊതുവേ നമ്മൾ ആകാശഗോളങ്ങൾ എന്നവയെ പറയും. ഇവയുടെ സ്ഥാനവും ഇവയുടെ ചലനവും ഇത് മനുഷ്യജീവിതത്തെയും ഭൂമിയെയും ഇവിടുത്തെ ആക്ടിവിറ്റീസിനെയും ഒക്കെ സ്വാധീനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടുത്തെ പല വിധത്തിലുള്ള കാര്യങ്ങളെ, സംഭവങ്ങളെ ഈ ജ്യോതിർഗോളങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം, മനുഷ്യൻ ചന്ദ്രനിലൊക്കെ കാലുകുത്തിയല്ലോ. നമ്മളും ഇന്ത്യയും പര്യവേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. റഷ്യയും അമേരിക്കയും പല ലോകരാജ്യങ്ങളും ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ചന്ദ്രൻ അത് ബാഹ്യചന്ദ്രനാണ്. ചന്ദ്രൻ്റെ ഒരു സൂക്ഷ്മതലമുണ്ട്, ചന്ദ്രനൊരു സൂക്ഷ്മ എനർജിയുണ്ട്. അതിനെയാണ് നമ്മൾ ചന്ദ്രദേവൻ എന്ന് പറയുക. നമ്മൾ ഭൂമിയിൽ നിന്ന് നമ്മൾ ഉപഗ്രഹങ്ങളിലൂടെ നമ്മൾ ചന്ദ്രനെ പറ്റി പഠിക്കുന്നു. ചന്ദ്രൻ നമ്മൾ ഇറങ്ങി അവിടെ പര്യവേഷണം നടത്തുന്നു. എങ്കിൽ പോലും ഇപ്പോഴും ചന്ദ്രൻ്റെ ഭൂമിയിലുള്ള സ്വാധീനം ഇല്ലാതായിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും ചന്ദ്രൻ ഭൂമിയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ചന്ദ്രൻ ഭൂമിയിൽ വരുത്തുന്ന സ്വാധീനം കൊണ്ടാണ് വേലിയിറക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്. ഇവിടെയുള്ള ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് ഈ ചന്ദ്രൻ്റെ ബലം കുറഞ്ഞു വരുന്ന സമയം, അതായത് വെളുത്തവാവ്, കറുത്തവാവ് നമ്മൾ പറയാറില്ലേ, അമാവാസി. ശരിക്കും അമാവാസി കറുത്തവാവിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഈ മാനസിക ബുദ്ധിമുട്ടുകളുള്ളവർക്ക്, മാനസിക പ്രശ്നങ്ങളുള്ളവർ, പ്രത്യേകിച്ച് മാനസിക രോഗ ചികിത്സാ കേന്ദ്രങ്ങളിൽ, ആശുപത്രികളിലൊക്കെ അവരുടെ നില വളരെയധികം വയലൻ്റ് ആകാറുണ്ട് ഈ സമയത്തിൽ. അതായത് കർത്തവാവുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിഷ ശാസ്ത്രപരമായിട്ട് ചന്ദ്രൻ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ സ്വാധീനിക്കും. ജലത്തെ ചന്ദ്രൻ സ്വാധീനിക്കും. ഇത് പണ്ടേ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷം അന്ധവിശ്വാസമല്ല. ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇവിടെയുള്ള ജീവജാലങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ആകർഷണത്തെ, വികർഷണത്തെ, അതിൻ്റെ സ്വാധീനത്തെ, അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അത് നമ്മൾ എങ്ങനെ ശരീരത്തെ സ്വാധീനിക്കുന്നു, മനസ്സിനെ സ്വാധീനിക്കുന്നു, ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും യഥാർത്ഥ ജ്യോതിഷം എന്ന് പറയുന്നത്. പൗരാണിക ജ്യോതിഷം സൂര്യസ്ഫുട സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. വേദാംഗങ്ങളിൽ ഒന്നാണല്ലോ ജ്യോതിഷം. പണ്ട് യാഗയജ്ഞാതി ക്രിയകൾ ചെയ്യുന്ന സമയത്ത് ശരിയായ സമയം കുറിക്കാനായിട്ടാണ് ജ്യോതിഷത്തെ അന്ന് പ്രയോജനപ്പെടുത്തിയിരുന്നത്. പിന്നീട് കാലാന്തരത്തിലേക്ക് വന്നപ്പോൾ വരാഹ മിഹിരനെ പോലെയുള്ളവരൊക്കെ വന്ന് പല വിധത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തി, ഹോര ശാസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്ന് ഇന്നിപ്പോൾ നമ്മൾ ആ ജ്യോതിഷം പഠിക്കുമ്പോൾ പ്രശ്നമാർഗം ഉൾപ്പെടെ ഉള്ള വിവിധ ആചാര്യന്മാരുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പഠിക്കുക. അപ്പോൾ ജ്യോതിഷം ഭൂമിയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും അവ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങളെക്കുറിച്ചും സ്വാധീനത്തെക്കുറിച്ചും ഒക്കെയുള്ളൊരു ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കുക. അതിനാണെങ്കിൽ ഒരൊറ്റ ഉദാഹരണം, നിങ്ങൾ ചന്ദ്രനെ പറ്റി മാത്രം പഠിച്ചാൽ മതി, മറ്റ് കാര്യങ്ങൾ നിങ്ങൾ വിടുക. ഓക്കെ, ചന്ദ്രൻ എന്ന ആ ഗ്രഹത്തെപ്പറ്റി നമ്മൾ പഠിക്കൂ. ചന്ദ്രൻ ഭൂമിയെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്. ഭൂമിയിലെ വേലിയിറക്കങ്ങൾ ചന്ദ്രൻ സ്വാധീനിക്കുന്നുണ്ട്. ചന്ദ്രൻ മനുഷ്യ ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ട്. ജലത്തെ സ്വാധീനിക്കുന്ന ചന്ദ്രൻ, വേലിയിറക്കം ജലത്തെ സ്വാധീനിക്കുന്നതുകൊണ്ടാണല്ലോ. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏറ്റവും അധികം ഉള്ളിൽ എന്താ? ജലം. അതായത് നമ്മുടെ ഉള്ളിലുള്ള ജലം രക്തമാണ്. രക്തത്തെ സ്വാധീനിക്കുന്നുണ്ട് ചന്ദ്രൻ. നിങ്ങൾ വേലിയേറ്റ സമയത്ത് നിങ്ങളുടെ കൈ പൊട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ രക്തം വരും, ഇല്ലേ? വേലിയിറക്ക സമയത്താണെങ്കിൽ അത് കുറയും എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ കർത്തവാവ്, ചന്ദ്രൻ്റെ ബലം കുറയുന്ന സമയങ്ങളിൽ മാനസിക പ്രശ്നങ്ങളുള്ളവർ വയലൻ്റ് ആകാറുണ്ട്. മറ്റൊരു ഉദാഹരണം, ശ്വാസ സംബന്ധമായ പ്രശ്നം, ശ്വാസകോശത്തെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ടല്ലോ, രക്തത്തെ സ്വാധീനിക്കുന്നുണ്ടല്ലോ, ശ്വാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. ശ്വാസം മുട്ടലുള്ളവർക്ക് കർത്തവാവ് ദിവസങ്ങളിൽ ശ്വാസം മുട്ടൽ വർദ്ധിക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് യുക്തിപൂർവ്വം ചിന്തിച്ചിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ചന്ദ്രൻ എന്നൊരൊറ്റ ഗ്രഹത്തെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ജ്യോതിഷം സത്യമാണോ ഇല്ലയോ, ഇത് ഒരു സ്യൂഡോ സയൻസ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാകും. കാരണം ഇന്ന് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നതല്ല. കുറേയേറെ ജ്യോതിഷം ഉപയോഗിച്ച്
പ്രശ്നക്കാർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്, ഇല്ല എന്നല്ല. അത് യഥാവിധി ഒരു ഗുരുപരമ്പര സമ്പ്രദായത്തിൽ ഒരു ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ഉപാസനയും ഒക്കെ ഉള്ള ആൾക്കാർ ജ്യോതിഷം ഫലം അതിൻ്റെ രാശിയൊക്കെ വെച്ച് പറയുമ്പോഴാണത് സത്യമായി മാറുന്നത്. എല്ലാ മേഖലകളിലും ചൂഷണങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ സയൻസ് ആചാര്യന്മാരുണ്ടാക്കിയ ഒരു ശാസ്ത്രം വളരെയധികം സത്യമാണ്. അതാണ് ചന്ദ്രൻ്റെ ഉദാഹരണം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഭൂമിയിലെ ഇവിടുത്തെ സംഭവങ്ങളെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞതിലൂടെ ഏകദേശം മനസ്സിലായി കാണും. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ, അണ്ടത്തിലുള്ളത് പിണ്ടത്തിലും പിണ്ടത്തിലുള്ളത് അണ്ടത്തിലും ഉണ്ടെന്നാണ് പറയുക. ഈ പ്രപഞ്ചത്തെ നമ്മൾ ബ്രഹ്മാണ്ടം എന്ന് പറയും, നമ്മളെ ജീവാത്മാക്കളെ മനുഷ്യരെ പിണ്ടാണ്ടം എന്ന് പറയും. അപ്പോൾ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ കോസ്മോസ് അതിൽ സംഭവിക്കുന്നതായിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ വ്യക്തികളുടെ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നു എന്നാണ് പറയുക. ഈ നമ്മൾ ഗ്രഹനില എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കണ്ടിട്ടില്ലേ, ലാശു കാ മാ എന്നൊക്കെ വരച്ചു വച്ചിരിക്കുന്ന ഒരു സംഗതി നിങ്ങൾക്ക് ജാതകം ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് വായുഭൂതം ഉദ്ഭൂതമാകുമ്പോഴാണ് അമ്മയുടെ വയറ്റിൽ നിന്ന് സാധാരണ സുഖപ്രസവത്തിൽ നമ്മൾ പുറത്തേക്ക് വരിക. അപ്പോൾ ഒരാൾ ജനിക്കുന്ന സമയത്ത് ആകാശത്ത് ഗ്രഹങ്ങൾ നിന്നിരുന്ന സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില ജാതകം ഉണ്ടാവുക. എന്തിനാണ് ഈ ജാതകം? നമ്മുടെ സ്വഭാവം, ഭാവി തുടങ്ങിയ കാര്യങ്ങളെ പ്രവചിക്കാൻ വേണ്ടിയിട്ടാണ്. ഇരുട്ടുള്ള മുറിയിൽ ഒരു ദീപം, ഒരു വിളക്ക്, ഒരു ടോർച്ച് എപ്രകാരമാണോ നമുക്ക് വഴികാട്ടിയാകുന്നത്, പൂർവ്വജന്മ കർമ്മങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇന്ന സാധ്യതകളുണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരുന്നൊരു വെളിച്ചമാണ്, ഒരു കെടാവിളക്കാണ്, ഒരു ടോർച്ചാണ് ജാതകം, ജ്യോതിഷം എന്നാണ് പറയുക. ഇരുട്ടുള്ള ഒരു മുറിയിൽ വെളിച്ചമില്ലെങ്കിൽ നമ്മൾ തട്ടി വീഴും. അതേപോലെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്നറിഞ്ഞില്ലെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യത്തിനു പിന്നിലും കാരണങ്ങളുണ്ടെന്നാണ് പറയുക. അപ്പോൾ ജ്യോതിഷം, ഗ്രഹനില, ജാതകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 12-ാം വയസ്സിൽ ഇന്ന ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ജാതകത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറയുന്നില്ല, അങ്ങനെ പറയുന്നേ ഇല്ല. ഇതിങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങളുടെ ഉപാസന കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും ഗുരുകൃപ കൊണ്ടും പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ കുടുംബ ഭരദേവതയുടെ അനുഗ്രഹം കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ കൊണ്ടും ദാനകർമ്മങ്ങൾ കൊണ്ടും നിങ്ങളുടെ ജാതകത്തിൽ പറയുന്ന അശുഭഫലങ്ങൾ പലതും ഇല്ലാതായിട്ട് മാറും. അതിലേറ്റവും പ്രധാനം നിത്യോപാസനയാണ് എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ ജ്യോതിഷം അല്ലെങ്കിൽ ജാതകം, ഗ്രഹനില എന്ന് പറയുന്നത്. നമ്മളൊരു കട്ടറുള്ള റോട്ടിൽ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചില സൈൻ ബോർഡുകൾ കാണും. ഇനിയൊരു വലിയൊരു വളവാണ്, അല്ലെങ്കിൽ വലിയൊരു കുഴിയുണ്ട്, വലിയൊരു തിരിവുണ്ട് റോട്ടിൽ കൂടി വണ്ടി ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ കട്ടറുള്ള റോട്ടിൽ പയ്യെ പോകും, കുഴിയുള്ള റോഡാണ്. ഇനി വളവുള്ള റോഡാണ്, 80 കിലോമീറ്റർ പോകുന്നത് നമ്മൾ 40 കിലോമീറ്ററിലേക്ക് മാറ്റും, ഇല്ലേ? അല്ലെങ്കിൽ ഇനി തെന്നുന്ന റോഡാണ്, നമ്മൾ സ്പീഡ് കുറയ്ക്കും. അപ്പോൾ ആ സൈൻ ബോർഡുകൾ, ആ സൂചക ഫലകങ്ങൾ നമുക്ക് എന്താ പറയുന്നത്, നിർദ്ദേശം നൽകുകയാണ്. മുൻകൂട്ടി കാര്യങ്ങളെ നീ ശ്രദ്ധിക്കണം. 4th ഗിയറിൽ ഓടിക്കുന്നവൻ 2nd ഗിയറിലേക്ക് മാറ്റണം. ഇത് തന്നെയാണ് ജാതകവും ജ്യോതിഷവും. നീ 12-ാം വയസ്സിലേക്ക് കിടക്കുമ്പോൾ, 24-ാം വയസ്സിലേക്ക് കിടക്കുമ്പോൾ ഇന്ന ഒരു രാഹുർ കാലമാണ്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ കുജൻ്റെ ദോഷ സമയമാണ്, വണ്ടിയൊക്കെ പതുക്കെ ഓടിക്കണം, മുറിവ് പറ്റാനും രക്തം വരാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് നമ്മളെ അലർട്ട് ചെയ്യിക്കുന്ന ഒരു ശാസ്ത്രമാണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആധുനിക ഇതനുസരിച്ച്, ടെക്നോളജി അനുസരിച്ച് അല്ലേ, നമ്മൾ ഇന്ന് റെഡ് അലർട്ടാണ്, ഇന്ന് യെല്ലോ അലർട്ടാണെന്നൊക്കെ പറയാറില്ലേ. ഇന്നത്തെ ആധുനിക സയൻസിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മഴ പെയ്യും, മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, കാറ്റടിക്കും, ഇല്ലാത്ത സാധ്യതയുണ്ടെന്ന് ഇന്ന് ആധുനിക കാലത്ത് തന്നെ അനലൈസ് ചെയ്യുന്നു. പണ്ട് കാലങ്ങളിൽ ഈ പ്രവചന ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടിട്ടാണ് മഴ പെയ്യുന്നത്, കൃഷി ഇറക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് ഈ കാലത്തിലും പ്രസക്തിയുണ്ട്. ഇപ്പോൾ ജ്യോതിഷത്തിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളുണ്ട്. ഒന്ന് രാശികളാണ്, സോഡിയാക് സയൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആകാശത്തെ എത്ര ശാസ്ത്രീയമായിട്ടാണ് നമ്മളുടെ പൗരാണികർ ഇതിനെയൊക്കെ തിരിച്ചു പഠിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. ഇത് സൂഡോ സയൻസ് അല്ല, ഇത് അന്ധവിശ്വാസമല്ല. ഇതിനെപ്പറ്റി പഠിക്കാത്തവരാണ് ഇതിനെ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഇതിനെ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരാണ് ഇതിൻ്റെ പ്രഭ കെടുത്തുന്നത്. മനസ്സിലായില്ലേ? ശരിക്കും പഠിച്ച ഒരു ഉപാസനയോടുകൂടി, പ്രശ്നമാർഗമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ജ്യോതിഷി, ഫലം പറയുന്നവൻ ഉപാസകനായിരിക്കണം. ദൈവജ്ഞ ലക്ഷണം എന്ന് പറയും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വന്ന് തൻ്റെ ഉപാസനാമൂർത്തിയൊക്കെ ഉപാസിച്ച് കബഡി വാരി വെച്ച് ഒരു ദൈവികതയോടുകൂടി ചെയ്യണം. ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും നിഷ്ഠയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന രാശി കൊണ്ടുള്ള ഫലം, കാര്യങ്ങൾ തയ്യാറാവും, ശരിയാവും. അതല്ലാത്തവർ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഈ ശാസ്ത്രത്തിനും ഇത്തരത്തിലുള്ള അപകീർത്തി ഉണ്ടാകുക. അത് ശാസ്ത്രത്തിൻ്റെ കുഴപ്പമല്ല, കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ കുഴപ്പമാണെന്നറിയാം. അപ്പോൾ രാശികളെന്ന് പറയും, എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആകാശത്തെ, നമ്മൾ ഈ കാണുന്ന ഈ ഒരു ആകാശത്തെ 12 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. മേടം മുതൽ
മീനം വരെ, അല്ലേ? മേടമാസം, ഇടവമാസം, മിഥുനമാസം, മീനമാസം, കർക്കിടകം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അങ്ങനെ അങ്ങനെ രാശികളുണ്ട്. പിന്നെ ഗ്രഹങ്ങളുണ്ട്, പ്ലാനറ്റ്സ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നൊക്കെ നമ്മൾ പറയും. അതേപോലെ തന്നെ രാഹു, കേതു തുടങ്ങിയ 2 നിഴൽ ഗ്രഹങ്ങളെയും പറ്റി ഇതിൻ്റെ അകത്ത് പറയാറുണ്ട്. അങ്ങനെ ഗ്രഹങ്ങളെ പറ്റി പറയാറുണ്ട്. പിന്നീട് നക്ഷത്രങ്ങളാണ്, 27 നക്ഷത്രങ്ങളുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങുന്ന നക്ഷത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ രാശികളെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഇത് മനുഷ്യനിലും പ്രപഞ്ചത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനങ്ങളെ, ഫലങ്ങളെ, ആകർഷണ വികർഷണങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു സയൻസാണ് ജ്യോതിഷം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജ്യോതിഷത്തിൽ അതിന് ജാതകം, ഹോറോസ്കോപ്പ് അതിൻ്റെ ഒരു ശാഖയാണ്. അതായത് നമ്മൾ ജനന സമയത്ത് ഗ്രഹനില ഉപയോഗിച്ച് ഒരാളുടെ ജീവിതക്രമത്തെ വിശകലനം ചെയ്യുന്നതാണ് ജാതകം എന്ന് പറയുക. പിന്നെ മുഹൂർത്തമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സൂര്യസ്ഫുട സിദ്ധാന്തം. പണ്ട് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പണ്ട് വേദകാലത്ത് ഈ സൂര്യസ്ഫുട സിദ്ധാന്തം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അന്ന് ആ രീതിയിലാണ് ജ്യോതിഷം കൈകാര്യം ചെയ്തിരുന്നത്. ഒരു നല്ല കാര്യം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്താണ്? ഇപ്പോഴും നമ്മളുടെ നാട്ടിലൊക്കെ കൃഷി ഇറക്കുന്നവരൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ പൂർവികരായിട്ടുള്ളവർക്കറിയാം. അവർ ഓരോ മാസത്തിലും ഓരോ പ്രത്യേക വിത്തുകൾ, വിളകൾ അതിനൊരു സമയം കൊടുത്തിട്ടുണ്ട്. അത് ഭൂമിയുടെ ആ ഒരു ഊർജവും ഇറക്കുന്ന വിത്തിൻ്റെ ഉള്ളിലെ ഊർജവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ കാർഷികപരമായ ഒട്ടേറെ അറിവുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മുഹൂർത്തമുണ്ട്. പിന്നെ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ നിലവിലുള്ള ഒരു പ്രത്യേക പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആ സമയം വെച്ച് നടത്തുന്ന കണക്കുകൂട്ടലാണ്. ഇപ്പോൾ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളൊരു പ്രശ്നക്കാരൻ്റെ അടുത്ത് പോയി കബഡി വെച്ചിട്ട്, അല്ലേ, കബഡിയൊക്കെ വാരി വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതാണ് പ്രശ്നം എന്ന് പറയുക. അതിന് പരിഹാരകർമ്മങ്ങൾ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പൊതുവെ ജ്യോതിഷത്തിൽ നമുക്ക് ശാഖകൾ എന്ന് പറയുന്നത്. ജാതകമുണ്ട്, മുഹൂർത്തമുണ്ട്, പ്രശ്നമുണ്ട്. ഇത് കൂടാതെ ജ്യോതിഷത്തിന് മറ്റൊരു വശമുണ്ട്. പക്ഷേ ഇന്നത് കൈകാര്യം ചെയ്യുന്നവർ കുറവാണ്. മേദിനി ജ്യോതിഷം എന്ന് പറയും. എന്ന് വെച്ചാൽ യുദ്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രവചിക്കുന്ന ഒരു ജ്യോതിഷമാണ് മേദിനി ജ്യോതിഷം എന്നാണ് അതറിയപ്പെടുന്നത്. വ്യക്തിക്ക് ഗ്രഹനിലയുള്ളതുപോലെ ഓരോ രാഷ്ട്രത്തിനും ഗ്രഹനിലയുണ്ടെന്നാണ് പറയുക. ഇപ്പോൾ ഇസ്രായേൽ, ഇറാൻ സംഘർഷം, അല്ലേ, ഇത് രാജ്യങ്ങളുടെ തമ്മിലുള്ള ഇഷ്യൂസാണ്. വ്യക്തിപരമായി ശത്രുദോഷം ഉള്ളതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുദോഷമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേദിനി ജ്യോതിഷത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു സ്യൂഡോ സയൻസ് അല്ല, ഒരു കപടശാസ്ത്രം, ഒരു തെറ്റായ ശാസ്ത്രം അല്ല. ഇത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും അല്ലെങ്കിൽ സനാതനധർമ്മത്തെ എതിർക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള അപവാദങ്ങൾ ഈ ശാസ്ത്രത്തിനെതിരെ പ്രചരിപ്പിക്കുന്നത്. പിന്നെ ഇത് ശരിയായ രീതിയിൽ പഠിച്ച് ചെയ്യാതെ ഇതിൻ്റെ വില കളയുന്ന പലതരത്തിലുള്ള ആൾക്കാരും ഈ ജ്യോതിഷം തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു കാരണമാകാറുണ്ട്. ശരിയായ രീതിയിൽ ഉപാസനയുള്ള ഒരാൾ അതിനെ ശരിയായ രീതിയിൽ പഠിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ജ്യോതിഷം കൊണ്ട് അയാളുടെ ജീവിതത്തിലും മറ്റുള്ളവർക്കും ഒരുപാട് സംഭാവന നൽകാൻ കഴിയും. അങ്ങനെയുള്ളവരായിരുന്നു നമ്മളുടെ പൂർവികരായിട്ടുള്ളവർ. അതിന് നിത്യോപാസന വേണം. ഇപ്പോൾ പലപ്പോഴും ഈ ജ്യോതിഷത്തെ വിമർശിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രഹങ്ങളുടെ ഈ ഒരു സ്ഥാനം ഉണ്ടല്ലോ, ഇത് മനുഷ്യൻ്റെ ഭാഗധേയത്തെ, അവൻ്റെ വിധിയെ, അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും അല്ലെങ്കിൽ മാറ്റും എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ സാധിക്കില്ല എന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. ഇപ്പം നമുക്ക് മരണം എന്താണെന്ന് നിങ്ങൾക്ക് ശാസ്ത്രീയമായി ഇന്നത്തെ ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളുടെ മരുന്ന് കൊണ്ടോ ഓപ്പറേഷൻ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഇന്ന് മരണത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല, അല്ലേ? ഇനി നമ്മളിന്ന് ശാസ്ത്രം എന്ന് പറയുന്നതിൽ പോലും എത്രയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പണ്ട് ഉപയോഗിച്ചിരുന്ന പല മെഡിസിനുകളും പല മരുന്ന് നിർമ്മാണ കമ്പനികളും പിൻവലിച്ചിട്ടുണ്ട്. പിന്നീടുള്ള പഠനത്തിൽ അത് മനുഷ്യന് വലിയ ദോഷം ഉണ്ടാക്കും എന്ന് കണ്ടെത്തിയിട്ട് അത് പിൻവലിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് ഈ ശാസ്ത്രം മൊത്തം തെറ്റാണെന്ന് നമ്മൾ പറയും. അലോപ്പതി മൊത്തം തെറ്റാണെന്ന് നമ്മൾ പറയുമോ? ഇനി അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? 100 ഓപ്പറേഷൻ ചെയ്ത 100 പേരും ജീവിച്ചോ? കുറേ പേര് അതിൻ്റെ അകത്ത് മരിച്ചു പോയില്ലേ? അതുകൊണ്ട് അലോപ്പതി ആ ശാസ്ത്രം ഓപ്പറേഷൻ തെറ്റാണെന്ന് നമ്മൾ പറയുമോ? ഇല്ല. അത് ഏത് ശാസ്ത്രത്തിനും ചില പോരായ്മകളുണ്ട്, ഗുണങ്ങളുണ്ടാകും, പോരായ്മകളുണ്ടാകും. ഇത് സ്വാഭാവികമാണ്. അപ്പം ജ്യോതിഷം ശരിയായ രീതിയിൽ പഠിച്ച് ഉപാസനാപൂർവം കൈകാര്യം ചെയ്യാത്തവർ ഇതിനെപ്പറ്റി പറയുന്നത് കൊണ്ട് ഇതിനെതിരെ ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാത്ത യുക്തിവാദികളും നിരീശ്വരവാദികളും ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. ശരിയായ രീതിയിൽ പഠിച്ച് അഭ്യസിച്ച് കഴിഞ്ഞാൽ
നമുക്കിത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ പ്രപഞ്ചവും മനുഷ്യനും ഇത് തമ്മിലുള്ള ബന്ധങ്ങളെ ഗ്രഹങ്ങളിലൂടെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യയായിട്ടാണ് എന്തിനെ പറയുക, ജ്യോതിഷത്തെ പറയുക. ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് വന്നാൽ ഇതാണ് ജ്യോതിഷത്തെ പറ്റി ഏകദേശം പറയുന്നത്. അപ്പോൾ ഈ ജ്യോതിഷം സ്വരശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ഈ പറയുന്ന ഗ്രഹദോഷങ്ങൾ അല്ലെങ്കിൽ കാലദോഷങ്ങൾ മാറ്റാൻ ശരശാസ്ത്രം കൊണ്ട് സാധിക്കുമോ? ഇപ്പോൾ ജ്യോതിഷപരമായി നിങ്ങൾക്കൊരു അസുഖം വരുന്ന സമയത്ത് ഒരു ജ്യോതിഷിയെ കണ്ട് കബഡി വെച്ച് പ്രശ്നം വെച്ച് അദ്ദേഹം നിങ്ങൾക്ക് പ്രശ്നചാർത്ത് തരും. ഇപ്പം നിങ്ങൾക്ക് ശനി ദോഷമുണ്ട്, അപ്പോൾ ശനിക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താവിന് നീരാഞ്ജനം കൊടുക്കുക, അതുപോലെ തന്നെ ശാസ്താവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക, ശബരിമലയിൽ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുക. രാഹുദോഷം നിങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ, ത്വക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് വരുന്നു, അല്ലെങ്കിൽ സ്വപ്നത്തിൽ പാമ്പിനെയൊക്കെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാവ് കെട്ടുകിടക്കുന്നു, ഇതുമൂലമുള്ള പ്രശ്നങ്ങളുണ്ട്. രാഹു സർപ്പവുമായിട്ട് ബന്ധപ്പെട്ട് പറയും. അപ്പോൾ അതിന് സർപ്പദോഷ പരിഹാരങ്ങളുണ്ട്. അങ്ങനെ ഓരോന്നിനും പരിഹാരമാണ്, പ്രശ്നം കണ്ടെത്തിയിട്ട് അതിൻ്റെ പരിഹാരം നിർണ്ണയിക്കുകയാണ് ജ്യോതിഷി ചെയ്യുന്നത്. ഇത് ബാഹ്യ പൂജകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്നാൽ ഇതിനേക്കാൾ 100 ഇരട്ടി പവർഫുള്ളാണ് ശരശാസ്ത്രത്തിൽ പറയുന്ന മെത്തേഡുകൾ. ഇവിടെ ബാഹ്യപൂജകളൊന്നുമില്ല. നമ്മളെ ശ്വാസത്തെ ബേസ് ചെയ്ത്, പ്രാണനെ ബേസ് ചെയ്ത്, അതിലൂടെ പഞ്ചഭൂതങ്ങളെ സ്വാധീനിച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിയാണ് അതിൻ്റെ അകത്തുള്ളത്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഈ ഒരു പ്രപഞ്ചത്തിലെ ഗ്രഹചലനങ്ങളെ നിരീക്ഷിക്കുകയാണ് ചെയ്യുക. ശരശാസ്ത്രം ശരീരത്തിനുള്ളിലെ വായുവിൻ്റെ അഥവാ പ്രാണൻ്റെ സഞ്ചാരത്തെയാണ് വിശകലനം ചെയ്യുക. ജ്യോതിഷം ബാഹ്യമായി, നമ്മൾ ബ്രഹ്മാണ്ടം പിണ്ടാണ്ടം എന്ന് പറഞ്ഞില്ലേ, ആ ബാഹ്യപ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ചലനവും നക്ഷത്രങ്ങളുടെ ഇതും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് നമ്മളെ സ്വാധീനിക്കുന്നതാണ് അവിടെ പഠിക്കുന്നത്, പരിഹാരം പറയുന്നത്. ശരശാസ്ത്രം എന്താ? പുറത്തല്ല, അകത്ത് നമ്മുടെ ഉള്ളിലെ വായുവിൻ്റെ അരുവിനിലെ പ്രാണൻ്റെ ചലനങ്ങൾ, അതും പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്തിട്ടാണ് ശരശാസ്ത്രം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ജ്യോതിഷം നമ്മൾ പറയുന്ന ആ ബ്രഹ്മാണ്ഡത്തെ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശരശാസ്ത്രം പിണ്ടാണ്ടത്തെ, നമ്മുടെ ഉള്ളിലെ നമ്മളെക്കുറിച്ച്, ഹ്യൂമൻ ബോഡിയെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഗ്രഹങ്ങളുടേതായിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ശരശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ നാസാരന്ധ്രങ്ങളിൽ, അതായത് നമ്മുടെ മൂക്കിലൂടെയുള്ള ശ്വാസഗതിയെ, അതിന് പിന്നിലുള്ള ഇടാപിംഗള സുഷുമ്നാ നാഡികളെ, ഇതിൻ്റെ സ്വാധീനത്തെയാണ് നമ്മൾ സ്വാധീനിക്കുന്നത്. ഭാരതത്തിൻ്റെ ജ്യോതിഷ സിദ്ധാന്തത്തിൽ 12 രാശികൾ പറയാറുണ്ട് അല്ലേ? ഇത് നമ്മൾ ശരശാസ്ത്രവുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ രാശിയിലും സൂര്യൻ നിൽക്കുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ശ്വാസഗതിയിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. ഒന്നുകൂടി സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂർ 20 മിനിറ്റിനിടയിൽ 1 മണിക്കൂർ 20 മിനിറ്റിനിടയിൽ നമ്മളുടെ ശ്വാസഗതികൾ മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് ഇടത് മൂക്കിലൂടെ ശ്വാസം പോകും, വലത് മൂക്ക് അടഞ്ഞിരിക്കും, അല്ലെ ശ്വാസഗതി കുറവായിരിക്കും. ഇടയ്ക്ക് വലത് മൂക്കിലൂടെ ശ്വാസം പോകും, ഇടത് മൂക്ക് അടഞ്ഞിരിക്കുകയോ ശ്വാസഗതി കുറഞ്ഞു വരികയോ ചെയ്യും. അതായത് ഇടാനാഡി, ഇടത് ശ്വാസം, ഇത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുക. ഇതിന് തണുപ്പ്, സ്ത്രീ പ്രകൃതം, ശാന്തത, ഇതൊക്കെയാണ് ഇടാനാഡി. മറ്റൊരു നാഡി പിങ്കളാനാഡിയാണ്, വലത് മൂക്കിലൂടെയുള്ള ശ്വസനം. ഇത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചൂട്, ഊർജം, ആ ഒരു പുരുഷത്വം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ജ്യോതിഷത്തിലെ ഗ്രഹങ്ങൾക്കും രാശികൾക്കും ഒക്കെ തത്വങ്ങളുണ്ട്. നമ്മൾ വിശദമായി നമ്മുടെ ക്ലാസ്സിൽ അത് പഠിക്കുന്നുണ്ട്. പൃഥ്വി, അപ്, തേജസ്, വായു, ആകാശം. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസത്തിലും ഈ പഞ്ചഭൂത തത്വങ്ങളുണ്ടെന്നാണ് പറയുക. ഈ പഞ്ചഭൂത തത്വങ്ങൾ മാറി മാറി വരുന്നുണ്ട്. ഇതാണ് ശരശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ ഉള്ളിലൊരു പ്രത്യേക തത്വം ശ്വാസത്തിൽ പ്രബലമായിരിക്കുമ്പോൾ, ശക്തമായിരിക്കുമ്പോൾ, ആ തത്വത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ ജ്യോതിഷപരമായി ചെയ്യുന്നത് വിജയത്തിന് കാരണമാകുന്നു. ഒന്നുകൂടി സിമ്പിളാക്കി പറയാം. ഇപ്പോൾ നമ്മൾ ജ്യോതിഷത്തിൽ ഒരു കാര്യത്തിൻ്റെ വിജയം അല്ലെങ്കിൽ സ്ഥിതി, അതിൻ്റെ ഭാവി അറിയാൻ ഗ്രഹനില നോക്കാറുണ്ട്, അല്ലെങ്കിൽ കവടി വെച്ച് നോക്കാറുണ്ട്. എന്നാൽ ശരശാസ്ത്രത്തിൽ എന്താ ചെയ്യുക? ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ശ്വാസം ഏത് നാഡിയിലൂടെയാണ് പ്രവഹിക്കുന്നതെന്ന് നോക്കി ഫലം പറയാൻ പറ്റും. ഈ ശരശാസ്ത്രത്തിൽ നിന്നിട്ടാണ് സിദ്ധവൈദ്യം ഉണ്ടായത്. അതിൻ്റെ ആദ്യ രൂപമായ ചിന്താർമണി വൈദ്യം ഉണ്ടായത്. പണ്ടത്തെ ഡോക്ടർമാരാണല്ലോ വൈദ്യന്മാർ. അവർ യഥാർത്ഥത്തിൽ ശരയോഗികളായിരുന്നു. ഒരാളൊരു അസുഖവുമായിട്ട് വരുമ്പോൾ അയാൾ വന്ന് എവിടെയാണ് ഇരിക്കുന്നത്, അയാൾ വന്നപ്പോൾ വൈദ്യൻ്റെ ഉള്ളിലെ ശ്വാസഗതി എങ്ങനെയാണ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അവർ മരുന്ന് കൊടുക്കുമായിരുന്നു. ഒന്നും പറയേണ്ട പോലും ഇല്ല. അയാളെ കണ്ട വഴി തൻ്റെ ഉള്ളിലെ ശ്വാസത്തെയും അയാളുടെ ശ്വാസഗതിയെയും അയാൾ ഇരിക്കുന്ന ഇതിനെയും സ്ഥാനത്തെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫലം പറയുന്നു, മരുന്ന് കൊടുക്കുന്നു. ഇത് തന്നെ
ജ്യോതിഷത്തിൽ ഉപയോഗിച്ചിരുന്നു, വൈദ്യത്തിൽ ഉപയോഗിച്ചിരുന്നു, ജ്യോതിഷത്തിൽ ഉപയോഗിച്ചിരുന്നു, സംഗീതത്തിൽ, നൃത്യത്തിൽ, സമഗ്രമായി നമ്മുടെ ജീവിതത്തിൽ ശരശാസ്ത്രത്തെ പഴയ കാലങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ ഗ്രഹനില അനുകൂലമല്ലാത്ത സമയത്ത് ശ്വാസഗതി നിയന്ത്രിക്കുന്നതിലൂടെ ദോഷങ്ങളെ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഈ ശാസ്ത്രം പറയുന്നു. പണ്ടൊരിക്കൽ ഒരു വൈദ്യൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ഗർഭപ്രശ്നം എന്ന് പറയും, ഗർഭപ്രശ്നം. അപ്പം അദ്ദേഹം ശരയോഗിയുമാണ്, വൈദ്യനാണ്, ജ്യോതിഷിയാണ്, പുള്ളി മൾട്ടി ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞവർ ചോദിച്ചു, ഇപ്പം ഇന്ന് ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം നടത്തുന്നത് തെറ്റാണ്, കുറ്റമാണ് ഭാരതത്തിൽ. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള സ്കാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ട് കാലത്ത് ഒരു ജ്യോതിഷിയായിരുന്ന, ശരയോഗിയായിരുന്ന, വൈദ്യനായിരുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട് ഇതേപോലെ ഒരു സ്ത്രീ തനിക്കുണ്ടാകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം അവർ വന്ന ലക്ഷണം, അവർ വന്നപ്പോൾ തൻ്റെ ശ്വാസഗതി അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസഗതി ഇടത് മൂക്കിലൂടെയാണ് ശ്വാസഗതി പോകുന്നത്. ഓക്കെ, അങ്ങനെ കുറേ ലക്ഷണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇടത് മൂക്കാണെങ്കിൽ അല്ലെ ചന്ദ്രനാടിയാണ്, സ്ത്രീനാടിയാണ്, ഒരു സ്ത്രീ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ലക്ഷണം കൂടി കാണിച്ചു കൊടുത്തു. ഈ സ്ത്രീ ചോദ്യം ചോദിച്ചതിന് ശേഷം തൻ്റെ മുടി പുറകിൽ നിന്നെടുത്ത് മുന്നിലേക്കിട്ട് മുടി ഇങ്ങനെ തഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ലക്ഷണം ശരിയായി. സ്ത്രീക്കാണല്ലോ നീണ്ട മുടിയുള്ളത്. അപ്പോൾ ഒന്ന് ഇവർ വന്നിരുന്ന സ്ഥലം അത് പെൺസന്താനത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ആ സമയത്ത് ജ്യോതിഷിയുടെ ഉള്ളിൽ ഓടിക്കൊണ്ടിരുന്ന ശ്വാസഗതിയെ നിരീക്ഷിച്ചപ്പോൾ സ്ത്രീ സന്താന സാധ്യതയാണുള്ളത്. അടുത്തത് ലക്ഷണശാസ്ത്രപ്രകാരം ഈ സ്ത്രീ ചോദ്യം ചോദിച്ചുടനെ മുടിയെടുത്ത് മുമ്പിലേക്കിട്ടതിനെ മാടുക അല്ലെങ്കിൽ തഴുകുന്നു. അപ്പോൾ ആ ലക്ഷണശാസ്ത്രപ്രകാരവും പെൺകുഞ്ഞാണ്. അപ്പം ആ പെൺകുഞ്ഞായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ലക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തി, ജ്യോതിഷത്തെ അടിസ്ഥാനപ്പെടുത്തി, തൻ്റെ ഉള്ളിലെ ശ്വാസഗതി അടിസ്ഥാനപ്പെടുത്തി പണ്ട് ഫലം പറഞ്ഞിരുന്നു. അവർ ഉപാസകരായിരുന്നു കൊണ്ടാണ്, ഈശ്വരാനുഗ്രഹം, ഗുരുത്വം, പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്. നമ്മൾ ജ്യോതിഷത്തിൽ തിഥി, വാരം, നക്ഷത്രം എന്നിവയ്ക്കനുസരിച്ച് ശ്വാസം ഇടത് നാഡിയിലാണോ വലത് നാഡിയിലാണോ വേണ്ടതെന്ന് ശരശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ, ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവണമെന്നില്ല, ഇത് പ്രാക്ടിക്കലി ചെയ്യുമ്പോഴേ മനസ്സിലാവും. കാരണം ശരശാസ്ത്രം, ശരനൂൽ ശാസ്ത്രം നമ്മളുടെ തമിഴ് ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ പഴയകാല ഗുരുപരമ്പരാ സമ്പ്രദായത്തിലും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ കിടക്കുന്ന ഒരു ശാസ്ത്രമാണ്. മനസ്സിലായില്ലേ? ഇതിൽ തിയറി നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് സൈദ്ധാന്തികം തിയറിറ്റിക്കലായി കുറച്ച് ഹാർഡാണ്, പക്ഷേ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മളുടെ ക്ലാസ്സുകളിൽ അതാണ് ചെയ്യാം. നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, എന്നാൽ ഈ തമിഴ് സിദ്ധ പാരമ്പര്യത്തെ, ശരയോഗത്തെ പറ്റി ലളിതമായ തിയറി ക്ലാസ്സുകളിലൂടെയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ. അല്ല ആദ്യം തന്നെ ഇതിൻ്റെ നിങ്ങൾ തിരുമന്ത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അഗസ്ത്യ ശരനൂലെടുത്ത് വായിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ശിവസരോദയം എടുത്ത് വായിച്ചു കഴിഞ്ഞാലോ ഒന്നും ആദ്യം എല്ലാം മനസ്സിലാകണമെന്നില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ധ്യാനിച്ചു പഠിക്കേണ്ട ശ്രവണ മനന നിധിധ്യാസനം, സ്വാധ്യായത്തിലൂടെ, ഈശ്വരകൃപയിലൂടെ, ഗുരു അനുഗ്രഹത്തിലൂടെ പഠിക്കേണ്ട ശാസ്ത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വെളുത്ത പക്ഷത്തിൽ, വെളുത്ത വാവ്, അങ്ങനെയുള്ള ചില പ്രത്യേക ദിവസങ്ങളിൽ സൂര്യോദയ സമയത്ത് ഇടത് നാഡിയിലൂടെ ശ്വാസം വരുന്നത് ശുഭകരമായിട്ട് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഈ ജ്യോതിഷവുമായിട്ട് ശരശാസ്ത്രത്തിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ജ്യോതിഷത്തിൽ പരിഹാരങ്ങൾ പുറത്ത് പറയുമ്പോൾ ശരശാസ്ത്രത്തിൽ ആന്തരികമായിട്ടാണ് പറയുക. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ഉദാഹരണത്തിന് നിങ്ങൾക്ക് തലവേദനയാണ്, ഭയങ്കരമായ തലവേദന വരുന്നു, നിങ്ങൾ ആ ഒരു ശരത്തെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ തലവേദനയ്ക്ക് പരിഹാരം ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അത് അഭ്യാസം കൊണ്ട് നേടേണ്ടതാണ്, നിത്യാഭ്യാസം കൊണ്ട് നേടേണ്ടതാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പോൾ ശ്വാസവും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധം ഭാരതീയ യോഗശാസ്ത്രത്തിലെ ശരശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ഗതി, അവ മനുഷ്യൻ്റെ ശരീരത്തിൽ, പ്രാണവായുവിൽ, മനസ്സിൽ ഉണ്ടാക്കുന്ന പ്രവാഹം, ഇത് തമ്മിൽ ഉള്ള നിരന്തരമായ ആദാനപ്രദാന ക്രിയ, ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഈ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനൊന്ന് ചുരുക്കാം. നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ വളരെ വിശദമായിട്ട് പറയാം. അപ്പം ജ്യോതിഷപരമായി നിങ്ങൾ നേരിടുന്ന ഗ്രഹദോഷങ്ങളെ, പൂർവജന്മ കർമ്മദോഷങ്ങളെ,
അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന ബാധ, ഭൂത, പ്രേത, എക്സ്റ്റേണൽ ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രയോഗങ്ങളുടെ സ്വാധീനം കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ ജ്യോതിഷത്തിൽ ബാഹ്യ പൂജാതി കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഇതേ കാര്യങ്ങൾ ആന്തരികമായി പ്രാണനിൽ ചെയ്തുകൊണ്ട് ഗ്രഹദോഷങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിധത്തിലുള്ള വിവിധ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കും. അത് ശരശാസ്ത്രത്തിൻ്റെ അഭ്യാസത്തിലൂടെ സാധിക്കും എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഓരോ ദിവസങ്ങൾ അല്ലേ, സെക്കൻഡുകൾ കൂടുന്നതാണ് മിനിറ്റുകൾ, മിനിറ്റുകൾ കൂടുന്നതാണ് മണിക്കൂറുകൾ, മണിക്കൂറുകൾ ചേരുന്നതാണ് ദിവസങ്ങൾ, ദിവസങ്ങൾ വരുന്നതാണ് ആഴ്ച, ആഴ്ച മാസം, വർഷം, ജീവിതം. ഈ രീതിയിലാണ് പോവുക. ഈ ഓരോ ദിവസത്തെയും ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ ഓരോ ആഴ്ചയിലും ഈ സ്വാധീനങ്ങളുണ്ട്. വാരാന്ത്യം എന്നൊക്കെ പറയില്ലേ, വാരഫലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ശ്വാസഗതിക്കും വാരങ്ങൾക്കും അല്ലെങ്കിൽ ദിവസങ്ങൾക്കും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുക. അപ്പോൾ സൂര്യോദയ സമയത്ത്, മുന്നേ പറഞ്ഞ പോലെ സൂര്യോദയ സമയത്ത് ഏത് നാഡിയിലൂടെ, ഇടശരം വലശരം അല്ലെങ്കിൽ വലതുമൂക്കിലൂടെ ഇടതുമൂക്കിലൂടെയാണ് ശ്വാസം വരുന്നത് എന്ന് നോക്കി ആ ദിവസത്തെ ഗ്രഹ സ്വാധീനത്തെ പറ്റി പറയാറുണ്ട്. ഒന്ന് ഓടിച്ചു പറയാം ഇതിനെപ്പറ്റി. ഉദാഹരണം പറഞ്ഞാൽ തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി ഈ ദിവസങ്ങളിൽ സൂര്യോദയ സമയത്ത് ശ്വാസം ഇടത് നാഡി, ചന്ദ്രനാഡിയിലൂടെയാണ് വരുന്നതെങ്കിൽ അത് ശുഭകരമായിട്ടാണ് ശരശാസ്ത്രം പറയുന്നത്. ഞായർ, ചൊവ്വ, ശനി ഈ ദിവസങ്ങളിൽ സൂര്യോദയ സമയത്ത് ശ്വാസം വലത് നാഡി, സൂര്യനാഡിയിലൂടെയാണ് വരുന്നതെങ്കിൽ ആ ദിവസത്തെ അത് ഊർജ്ജസ്വലമാക്കുന്നു എന്നാണ് പറയുക. ഇപ്പോൾ ജ്യോതിഷപ്രകാരം ഗ്രഹദോഷങ്ങളുള്ള സമയത്ത് ശ്വാസഗതിയിൽ വ്യതിയാനങ്ങൾ വരാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജാതകത്തിൽ ചൊവ്വ അല്ലെങ്കിൽ സൂര്യൻ ദോഷകരമായ സ്ഥാനത്താണെങ്കിൽ അമിതമായ ചൂട് നമ്മളിലുണ്ടാകും, ഉഷ്ണജന്യമായിട്ടുള്ള രോഗങ്ങൾ നമുക്കുണ്ടാകും, ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം ഉണ്ടാകും അല്ലേ. ഈ സമയത്ത് ശ്വാസം ഈ നമ്മൾ ഈ പറയുന്ന പിംഗലാനാഡിയിൽ നിന്നും വലത് നാഡിയിൽ നിന്നും സൂര്യനാഡിയിൽ നിന്നും ഇടതിലേക്ക് മാറ്റണം, ബോധപൂർവം ചന്ദ്രനാഡിയിലേക്ക് മാറ്റണം. അപ്പം തണുക്കും, ശാന്താകും. പക്ഷെ ഇത് മാറ്റാൻ നമ്മൾ പഠിക്കണ്ടേ, അതാണ് ശരശാസ്ത്രത്തിൽ പഠിക്കുക. അതുപോലെ തന്നെ ഈ പക്ഷങ്ങളും ശ്വാസവുമായിട്ട് ബന്ധം പറയാറുണ്ട്. വെളുത്തപക്ഷം, ശുക്ലപക്ഷം, പൗർണമി. അപ്പോൾ വെളുത്തപക്ഷത്തിലെ ആദ്യ 3 ദിവസങ്ങളിൽ സൂര്യോദയ വേളയിൽ ശ്വാസം ഇടത് നാഡിയിലൂടെ വരണം എന്നാണ് ശരശാസ്ത്രം പറയുന്നത്. ഇനി കൃഷ്ണപക്ഷം, കറുത്തപക്ഷം, അമാവാസി സമയം, ആ നാളുകൾ. അപ്പോൾ കറുത്തപക്ഷത്തിലെ ആദ്യ 3 ദിവസങ്ങളിൽ സൂര്യോദയ വേളയിൽ ശ്വാസം വലത് നാഡിയിലൂടെ തുടങ്ങുന്നത് ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. ഇത് ഇപ്പോൾ സിദ്ധാന്തം പറഞ്ഞാൽ മനസ്സിലാവില്ല, പ്രാക്ടിക്കലി ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ പുറം ലോകത്തെ നിയന്ത്രിക്കുമ്പോൾ ശ്വാസം നമ്മുടെ ഉള്ളിലെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു. പ്രാണായാമം വഴി, ശ്വാസനിയന്ത്രണം വഴി ആ ശ്വാസഗതിയെ ക്രമീകരിച്ചുകൊണ്ട് ഗ്രഹങ്ങളുടെ പ്രതികൂലമായിട്ടുള്ള തരംഗങ്ങളെ ഒരു പരിധിവരെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് ശരശാസ്ത്രം, സ്വരശാസ്ത്രം പറയുന്നത്. അതായത് ശ്വാസഗതി പരിശോധിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ആ ഒരു സയൻസാണ് നമ്മൾ പറയുന്ന ശരനൂൽ യോഗം. അപ്പോൾ ജ്യോതിഷവും ശരശാസ്ത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ജ്യോതിഷം മാത്രമല്ല, ശരശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം. ചിന്താർമണി വൈദ്യമാകട്ടെ, നമ്മൾ ഈ പറയുന്ന ജ്യോതിഷമാകട്ടെ, മറ്റേത് ശാസ്ത്രം ആയിക്കോട്ടെ, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നത് പ്രാണശക്തിയാണ്, പ്രാണചൈതന്യമാണ്. അതാണ് ശരശാസ്ത്രത്തിലൂടെ നമ്മൾ അറിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് വ്യക്തമാക്കാം. നമസ്തേ. ഓം നമഃ ശിവായ.